എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുടെ പാർട്ട് 4 ആണ്. അതായത് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള 3 ക്ലാസ്സിലും ഇന്ത്യൻ ജോഗ്രഫിയുടെ ഈ ഒരു ടോപ്പോഗ്രാഫിക് ഡിവിഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ക്ലാസ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ഐഡിയ മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിന് നമ്മൾ താർ ഡെസേർട്ട് എന്നാണ്, അല്ലേ, താർ ഡെസേർട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. ഈ നമ്മൾ ഇതുവരെ പഠിച്ച മൗണ്ടെയിൻ റേഞ്ച് ആണെങ്കിലും പെനിൻസുലർ പ്ലേറ്റും ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ആണെങ്കിലും ഈ ഏരിയ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ചല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ് ഡെസേർട്ട്. എല്ലാ റീജിയനും ഡിഫറെൻ്റ് ആണ്, പലയിടത്തും പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിവിഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം ഡെസേർട്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഡെസേർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താർ ഡെസേർട്ടിൽ റെയിൻഫോൾ ഏറ്റവും കുറവ് ലഭിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഡെസേർട്ട് എന്ന് പറയുന്നത്, താർ ഡെസേർട്ട് എന്ന് പറയുന്നത്, അല്ലേ. ഏകദേശം ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ താഴെ മാത്രമേ ഈ ഡെസേർട്ടിൽ മഴ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രികൾച്ചറിന് എന്തായിട്ടുള്ള പോസിബിളായിട്ടുള്ള ഒരു ഏരിയ അല്ല ഈ നമ്മുടെ ഡെസേർട്ട് ഏരിയ എന്ന് പറയുന്നത്. എന്നാലും ഈ ഡെസേർട്ട് റീജിയണിൽ എന്തുണ്ട്, കൃഷിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ താർ ഡെസേർട്ടിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനുമായിട്ട്, നമ്മൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇന്ത്യയിലും അതേപോലെ പാകിസ്ഥാനിലുമായിട്ട് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇന്ത്യയിലും പാകിസ്ഥാനുമായിട്ട് ഏതൊക്കെ സ്റ്റേറ്റ് കവർ ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കേ. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഈ 4 സ്റ്റേറ്റും കവർ ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ വെസ്റ്റ് സൈഡിൽ ഇൻഡസ് റിവർ ഉണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനുണ്ട്. ഈസ്റ്റ് സൈഡിൽ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്, ആരവല്ലി ഉണ്ടാം. അതേപോലെ തന്നെ സൗത്തിൽ റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ഉണ്ട്. ഇനി നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന പ്ലെയിൻ ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, റാൻ ഓഫ് കച്ച് സൗത്തിൽ, ഈസ്റ്റിൽ ആരവല്ലി, വെസ്റ്റിൽ സിന്ധു റിവർ പാകിസ്ഥാന്, അതേപോലെ തന്നെ നോർത്തിൽ പഞ്ചാബ്, ഹരിയാന. ഇതിനിടയിലാണ് നമ്മുടെ താർ ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ, 2 lakh സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 17ാമത്തെ വലിയ ഡെസേർട്ടാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാണ്? അത് സഹാറയാണ് കേട്ടോ. സഹാറ ഡെസേർട്ടാണ് ലോകത്തിലെ ലാർജസ്റ്റ് ഡെസേർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലാർജസ്റ്റ് ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹാറയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ടാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ ഡെസേർട്ട്. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കേസിലാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ പക്ഷേ എവിടെയാണ്, നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ടിലുണ്ട്. അപ്പോൾ സഹാറ ഡെസേർട്ട് വലിപ്പത്തിൽ 17ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിന്. വർഷത്തിൽ മഴ ലഭിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, അഗ്രികൾച്ചറിന് പറ്റിയൊരു ലാൻഡ് അല്ല. പക്ഷേ ബജ്രയും ജോവറും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഖാരിഫ് ക്രോപ്പായിട്ടുള്ള ജോവറും ബജ്രയൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും. ഇനിയും ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഒരു റിവറാണ് ലൂണി റിവർ. ലൂണി റിവർ. അപ്പം ഇന്ത്യൻ ഡെസേർട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഒരു റിവറാണ് ലൂണി റിവർ എന്ന് പറയുന്നത്. രാജസ്ഥാനിലൂടെയാണ് ഈ ലൂണി റിവർ പോകുന്നത്. നമ്മുടെ ഈ ഒരു ലൊക്കേഷനകത്ത് നമുക്ക് മനസ്സിലാവും, നമ്മുടെ മെജോറിറ്റി പ്ലേസും എന്താണ്, രാജസ്ഥാനാണ് മെജോറിറ്റി പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ഡെസേർട്ട് റീജിയൻ ഉണ്ടല്ലോ, ഈ ഡെസേർട്ട് റീജിയൻ ഇവിടുത്തെ ക്രോപ്സിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ലൂണി റിവറാണ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇന്ത്യൻ ഡെസേർട്ടിൽ നമുക്കാണെങ്കിൽ മണൽ കൂനകൾ കാണാൻ പറ്റും. അപ്പം അത് ഈ ഒരു ഡെസേർട്ടിനകത്ത്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകതയാണ് ക്യാമൽസ്. ഡെസേർട്ടാണല്ലോ, ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ ക്യാമൽസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമൽ ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമൽ ഫെസ്റ്റിവൽ നടക്കുന്നത് രാജസ്ഥാനിലാണ്. അതിനെ നമുക്ക് പുഷ്കർ ക്യാമൽ ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ആൾവാൾ എന്ന് പറയുന്ന പ്ലേസ് എന്തിൻ്റെ പാർട്ടാണ്? ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ പാർട്ടാണ്, അല്ലെങ്കിൽ താർ ഡെസേർട്ടിൻ്റെ പാർട്ടാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും ചൂട് ലഭിക്കുന്ന സ്ഥലം. അതേപോലെ തന്നെ ക്യാമൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ താർ ഡെസേർട്ടിലാണ്, അല്ലെങ്കിൽ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഡ്രൈ പ്ലേസ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയാവോ? ജയ്സാൽമീർ ആണ്. അതും എന്താണ്? ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ പാർട്ടാണ്. അപ്പോൾ താർ ഡെസേർട്ടിൻ്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ താർ ഡെസേർട്ട് ലോകത്തിലെ 17ാമത്തെ വലിയ ഡെസേർട്ടാണ്. 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് താർ ഡെസേർട്ടിൻ്റെ എന്ന് പറയുന്നത് ലെങ്ത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ളത്, അതായത് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഇന്ത്യൻ ഡെസേർട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ താർ ഡെസേർട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, എന്ന് വെച്ചാൽ ആളുകൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഈ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. പൊതുവെ ഡെസേർട്ടുകളിൽ ആരും അങ്ങനെ ഒരുപാട് ജീവിക്കാൻ പറ്റില്ല, പക്ഷേ ഇവിടെ ഇന്ന് താർ ഡെസേർട്ടിൽ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി പൊതുവെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഡെസേർട്ടിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി നമ്മൾ അടുത്ത ജോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറയുന്നത് കോസ്റ്റൽ പ്ലെയിൻ ആണ്, അല്ലേ? തീരദേശങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഇന്ത്യയുടെ മാപ്പിൽ തന്നെ നമുക്കറിയാം. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കോസ്റ്റൽ റീജിയൻ. ഇവിടെ എന്താണ്? അറേബ്യൻ സീ ആണ്, അല്ലേ? അറേബ്യൻ സീ ഉണ്ട് വെസ്റ്റ് സൈഡിൽ. അതുപോലെ ബേ ഓഫ് ബംഗാൾ ഇവിടെ എന്തുണ്ട്? ഈസ്റ്റ് സൈഡിലുണ്ട്. ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഇതിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഗുജറാത്ത് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ളത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റാണ്. ഇങ്ങ് കന്യാകുമാരി തൊട്ട് ഇവിടെ വെസ്റ്റ് ബംഗാൾ വരെ പോകുന്നത് എന്താണ്? അത് ഈസ്റ്റേൺ കോസ്റ്റാണ്. അപ്പം നമുക്ക് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിനിനെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്ക് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലോട്ട് പോകാം, അല്ലേ? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം വെസ്റ്റേൺ ഗാട്സ് ഉണ്ട്. ഈ വെസ്റ്റേൺ ഗാട്സിനും അറേബ്യൻ സീക്കും ഇടയ്ക്ക്. അപ്പോൾ വെസ്റ്റേൺ ഗാട്സിനും അറേബ്യൻ സീക്കും ഇടയ്ക്കാണെങ്കിൽ നമുക്കതിനെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയാം. ഈസ്റ്റേൺ ഗാട്സിനും ബേ ഓഫ് ബംഗാളിനും ഇടയ്ക്കാണെങ്കിൽ നമുക്കതിനെ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയാം. അത് ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ടോപ്പോഗ്രഫിക് മാപ്പ് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി നമ്മുടെ ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിനെ ഏകദേശം ഒരു 10 മുതൽ 80 കിലോമീറ്റർ വരെ ലെങ്ത് ഉണ്ടാവും. അപ്പം നമുക്ക് ടോട്ടൽ 7516 കിലോമീറ്റർ ആണ്. 7516 കിലോമീറ്റർ ആണ് ഈ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ലെങ്ത് ആണ്. അതായത് നമുക്ക് ഈ ഒരു 7516 കിലോമീറ്ററിനകത്ത് ലക്ഷദ്വീപും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളും ഉൾപ്പെടുന്നുണ്ട്. ഇത് ഉൾപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് 6100 കിലോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഇവിടം തൊട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ള് വന്ന് വെസ്റ്റ് ബംഗാൾ വരെയുള്ള ആ തീരദേശത്തിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6100 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ഡേറ്റാസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുള്ളത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതിനെ? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അല്ല, നമ്മുടെ കോസ്റ്റൽ റീജിയൻ്റെ മൊത്തത്തിലുള്ളൊരു ഫിഗറാണ്. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. നോക്കിക്കേ, കച്ച് എവിടെയാണ്? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ തീരദേശം അല്ലെങ്കിൽ കോസ്റ്റൽ ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്താണ് കേട്ടോ ആൻസർ. അപ്പോൾ നോക്കിക്കേ, ഈ കച്ച് മുതൽ നമ്മൾ ഡാമൻ വരും. പിന്നെ ഡാമനിൽ നിന്നും പിന്നെ ഇങ്ങോട്ട് നമ്മൾ വരുന്നത് എന്താണ്?
മർമഗോവ. അതുപോലെ തന്നെ മർമഗോവയിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് മംഗ്ലൂരുണ്ട്. മംഗ്ലൂർ എവിടെയാ? കർണാടകയിലാണ്, മംഗലാപുരം എന്ന് പറയാൻ പറ്റും. പിന്നെ ഈ മംഗലാപുരത്തു നിന്ന് കന്യാകുമാരി, ഇങ്ങനെയാണ് ഡിവിഷൻ പോകുന്നത്. അതായത് കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ മംഗലാപുരം വരെയുള്ളത് എന്താണ്? മലബാർ കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഈ മലബാർ കോസ്റ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ഒരുപാട് ലേക്സ് ഒക്കെ ഉണ്ട് അല്ലേ? വേമ്പനാട് ലേക്ക് എന്തിൻ്റെ പാർട്ടാണ്? ഈ മലബാർ കോസ്റ്റിൻ്റെ പാർട്ടാണ്. അപ്പം കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള തീരദേശത്തിനെ അറിയപ്പെടുന്ന പേരാണ് മലബാർ കോസ്റ്റ്. ഇനി മംഗലാപുരം മുതൽ മർമഗോവ വരെയുള്ളതിനെ എന്താണ്? കർണാടക കോസ്റ്റ് എന്നാണ്. മംഗലാപുരം മുതൽ മർമഗോവ വരെയുള്ളത്. ഇനി മർമഗോവ മുതൽ ഡാമൻ വരെയുള്ളത് കൊങ്കൺ കോസ്റ്റ് ആണ്. ഇവിടെ ഈ കർണാടക കോസ്റ്റിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്തില്ല, പക്ഷെ അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഈ ഡാമൻ മുതൽ നമ്മുടെ ഈ ഗോവ വരെയുള്ള പ്ലേസിനെയാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. കൊങ്കൺ ഗോവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പം ഡാമൻ ടു നമുക്ക് എവിടെ പറയാൻ പറ്റുന്ന ഈ ഒരു മർമഗോവ വരെയുള്ള ആ കോസ്റ്റൽ ലൈനിനെ നമ്മൾ കൊങ്കൺ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ഡാമിന് മുകളിലോട്ടുള്ള, അതായത് ഈ ഗുജറാത്ത് ഉള്ള ആ റീജിയനെ നമ്മൾ എന്താണ്? ഗുജറാത്ത് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഗുജറാത്ത് കോസ്റ്റിൻ്റെ പാർട്ടാണ്. ഡാമിന് മുകളിലോട്ട്, ഡാമിന് നോർത്ത് സൈഡിൽ. കൊങ്കൺ കോസ്റ്റ് വരുമ്പോൾ ഡാമൻ മുതൽ മർമഗോവ വരെ വരും. ഇനി മർമഗോവ മുതൽ താഴോട്ട് മംഗളൂരു വരെയുള്ളത് എന്താണ് ശരിക്കും? കർണാടക കോസ്റ്റിൻ്റെ ഭാഗമാണ്. താഴെ മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ളത് മലബാർ കോസ്റ്റാണ്. അതെവിടെയാണ്? അത് കേരള ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കർണാടകയുടെ ഒരു ചെറിയ പോർഷനും കേരളവും ഇൻക്ലൂഡഡ് ആണ്. ഇത് വെസ്റ്റേൺ സൈഡാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി ഈസ്റ്റേൺ സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കന്യാകുമാരിയിൽ നിന്ന് തന്നെയാണ്. കന്യാകുമാരി മുതൽ എങ്ങോട്ട് പോവാണ്? പുലിക്കട്ട് ലേക്ക് വരെ. പുലിക്കട്ട് ലേക്ക് വരെയുള്ള ഈ ഒരു റീജിയനെയാണ് നമ്മൾ കോറമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോറമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ പുലിക്കട്ട് ലേക്ക് വരെയാണ്. ഈ പുലിക്കട്ട് ലേക്ക് വരെ ഉള്ള ഈ പുലിക്കട്ട് ലേക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഉള്ളത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഉള്ളത്. സ്പേസ് സെൻറ്റർ എവിടെയാണ് ഉള്ളത്? പുലിക്കട്ട് ലേക്കിന് നിയറായിട്ടാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഉള്ളത്. നോക്കിക്കേ, കോറമൻഡൽ പ്ലെയിൻ എന്ന് പറയുന്ന ഇവിടം വരെ വരുന്നതാണ് നമ്മുടെ കന്യാകുമാരി മുതൽ പുലിക്കട്ട് ലേക്ക് വരെ. ഇനി പുലിക്കട്ട് മുതൽ കൊല്ലേരു ലേക്ക് വരെയുണ്ട്. കൊല്ലേരു വരെയുള്ളത് ശരിക്കും എന്താണ്? ആന്ധ്ര കോസ്റ്റാണ്. കൊല്ലേരു മുതൽ പുലിക്കട്ട് ടു കൊല്ലേരു, ഇതിനിടയിലുള്ള കൊല്ലേരു ഒരു ലേക്കാണ് കേട്ടോ, ഒരു ലേക്കാണ്. ഇതിനിടയിലുള്ളതാണ് നമ്മുടെ ആന്ധ്ര കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കൊല്ലേരു മുതൽ മുകളിലോട്ടുള്ളത് ഏകദേശം വെസ്റ്റ് ബംഗാൾ, ഒഡീഷയൊക്കെ കവർ ചെയ്യുന്ന കോസ്റ്റിനെ നമ്മൾ ഉത്കൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഉത്കൽ ഒഡീഷയുടെ പഴയ പേരാണ് ഉത്കൽ കോസ്റ്റ്. അപ്പോൾ ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ കവർ ചെയ്യുമ്പം പുലിക്കട്ട് മുതൽ കൊല്ലേരു വരെയുള്ളത് ആന്ധ്ര കോസ്റ്റാണ്. കന്യാകുമാരി, തമിഴ്നാട് ടു പുലിക്കട്ട് വരെയുള്ളത് ഈ കോറമാൻഡൽ കോസ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്നും പറയാൻ പറ്റും? തമിഴ്നാട് കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഈ ഈസ്റ്റേൺ സൈഡിലും വെസ്റ്റേൺ സൈഡിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫെർട്ടിലിറ്റി കുറച്ച് കൂടുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ സൈഡാണ് കേട്ടോ. പെനിൻസുലാർ റിവേഴ്സ് ഫോം ചെയ്യുന്ന ഡെൽറ്റകളൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഈസ്റ്റേൺ സൈഡിലായതുകൊണ്ട് ഫെർട്ടിലിറ്റി പൊതുവെ കൂടുതലുള്ളത് ഈസ്റ്റേൺ സൈഡിലായിരിക്കും. പക്ഷേ തുറമുഖങ്ങൾ പൊതുവെ കൂടുതലുള്ളത് ഈ വെസ്റ്റേൺ സൈഡിലായിരിക്കും അല്ലേ. വെസ്റ്റേൺ സൈഡിലാണ് തുറമുഖങ്ങൾ, അതായത് പോർട്ടിൻ്റെ ഫോർമേഷന് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ വെസ്റ്റേൺ സൈഡിൽ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു സൈഡ്, അതായത് നമ്മുടെ വെസ്റ്റേൺ സൈഡും ഈസ്റ്റേൺ സൈഡും എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ എന്താണ്? കോസ്റ്റ് ലൈൻ ഓഫ് എമർജൻസ് പൊതുവെ എന്താണ്? കോസ്റ്റ് ലൈൻ ഓഫ് എമർജൻസും സബ്മർജൻസും ഉണ്ട്. ഈസ്റ്റേൺ സൈഡിൽ പൊതുവെ എന്താണ്? എമർജൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. എന്താണ് എമർജൻറ്റ് കോസ്റ്റൽ ലൈനും സബ്മർജൻറ്റും അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എമർജൻറ്റ് കോസ്റ്റൽ ലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സീ ലെവൽ ഉണ്ടല്ലോ, ആ സീ ലെവൽ താഴെ വന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ലാൻഡ് ഫോം ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ സമുദ്രനിരപ്പ് താഴെ വന്നിട്ട് എന്താണ് ഒരു സ്ഥലം ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താണ്? ഒരു കോസ്റ്റൽ ലൈൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എമർജൻറ്റ് കോസ്റ്റൽ ലൈൻ എന്നാണ്
പറയുന്നത്. സമുദ്രനിരപ്പ് താഴ്ന്നിട്ട് കോസ്റ്റ് ലൈൻ ഉണ്ടാവുന്നുണ്ട്. ഇനിയും തിരിച്ചാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സബ്മർജൻ്റ് ആണ് അല്ലേ? സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ ഫലമായിട്ട് ഒരു കോസ്റ്റ് ലൈൻ ഫോം ചെയ്യുകയാണെങ്കിൽ അത് സബ്മർജൻ്റ് ആണ്. അപ്പോൾ സബ്മർജൻറ്റും ഉണ്ട്, എമർജൻറ്റും ഉണ്ട്. എമർജൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ സമുദ്രനിരപ്പ് താഴ്ന്നു ഒരു ഒരു കോസ്റ്റ് ലൈൻ ഫോം ചെയ്യുന്നു. ഉയരുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് സബ്മർജൻറ്റ്. അപ്പം ഇത് രണ്ടുമാണ്. ഇതിൽ നമ്മുടെ കൊങ്കൺ എന്ന് പറയുന്നത് ഒരു സബ്മർജൻ്റ് എക്സാമ്പിൾ ആണെങ്കിൽ മലബാർ കോസ്റ്റ് എമർജൻ്റ് എന്താണ്? കോസ്റ്റ് ലൈൻ്റെ എക്സാമ്പിളാണ്. അത് നമ്മൾ ഈ ഒരു പിക്ചറിനകത്ത് നോക്കിയാണ് പഠിക്കേണ്ടത്. വേമ്പനാട്ട് ലേക്ക് എന്ന് പറയുന്ന ലാർജസ്റ്റ് ലഗൂണാണ്. ഈ ലാർജസ്റ്റ് ലഗൂൺസ് ലൊക്കേറ്റ് ചെയ്യുന്നത് മലബാർ കോസ്റ്റിലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഫിഗറിനകത്ത് ചിൽക്ക ലേക്ക് ഉണ്ട്. ചിൽക്ക ലേക്ക് ആക്ച്വലി എന്തിൻ്റെ പാർട്ടാണ്? ഈസ്റ്റേൺ കോസ്റ്റ് ലൈനിൻ്റെ ഒരു പാർട്ടാണ്. ഏകദേശം ഒഡീഷയിലാണ് ഈ ചിൽക്ക ലേക്ക് കാണുന്നത്. ഇപ്പോൾ ചിൽക്ക ലേക്ക് ഉണ്ട്, അതൊരു പ്രധാനപ്പെട്ട ലേക്കാണ്. ലേക്സ് പഠിക്കുമ്പോൾ നമുക്ക് ഈ പുലിക്കെട്ട് ലേക്കും അതുപോലെ വേമ്പനാട് ലേക്കും ചിൽക്ക ലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ ഇന്ന സ്ഥലത്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഇതെല്ലാം കൂടെ ഒരു സാധനത്തിൽ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ പറയേണ്ടത് കോസ്റ്റൽ ലൈൻ ഓഫ് ഇന്ത്യ ആണ്. ആ കോസ്റ്റൽ ലൈൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. എവിടേക്കാണ് ലൊക്കേഷൻ, എങ്ങനെയൊക്കെയാണത് പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയണം. അപ്പം നമുക്ക് ഇത്രയും ഒരു 6100 കിലോമീറ്ററാണ് ടോട്ടൽ നമ്മൾ പറയുന്നത്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. അതേപോലെ തന്നെ രണ്ടിടത്തുള്ള ഡിവിഷൻസ് നമ്മൾ മറക്കാതെ പഠിക്കണം. അതായത് വെസ്റ്റേൺ സൈഡിലാണെങ്കിൽ കൊങ്കൺ കോസ്റ്റ് ഉണ്ട്, ഗുജറാത്ത് കോസ്റ്റ് ഉണ്ട്, കർണാടക കോസ്റ്റ് ഉണ്ട്, മലബാർ കോസ്റ്റ് ഉണ്ട്. അതുപോലെ ഈസ്റ്റേൺ സൈഡ് എടുക്കുകയാണെങ്കിൽ കോറമൻഡൽ കോസ്റ്റ് ഉണ്ട്, ആന്ധ്ര കോസ്റ്റ് ഉണ്ട്, ഉത്കൽ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള ഡിവിഷനാണ്. അത് മറക്കാതെ ഈ ഒരു പിക്ചർ പോലെ നമുക്ക് ജസ്റ്റ് റഫായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുക. ഇന്ത്യയുടെ ഒരു പെനിൻസുലർ റീജിയൻ, താഴത്തെ ഏരിയ ഒരു കോസ്റ്റൽ റീജിയൻ ആണ്. അതാ ഇവിടെ ഗുജറാത്തിൽ നിന്ന് ഗോവ വരെയും, ദാമൻ വരെയും, ദാമനിൽ നിന്ന് മർമാവ് ഗോവ വരെയും, ഗോവയിൽ നിന്ന് എന്താണ് മംഗലാപുരം വരെയും, മംഗലാപുരത്ത് നിന്ന് കന്യാകുമാരി വരെയും. ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയും ഇങ്ങനെ ഡിവിഷൻസ് കൊടുത്താൽ മതി. ഇങ്ങനെ എഴുതി പഠിക്കണം. ഇതെന്താണ്? മലബാർ. അതേപോലെ ഇതെന്താണ്? കർണാടക കോസ്റ്റ്. ഇത് കൊങ്കൺ കോസ്റ്റ്. ഇത് ഗുജറാത്ത് കോസ്റ്റ്. ഇവിടെ വരുമ്പോൾ കോറമൻഡൽ വരും. അതേപോലെ ഇത് ആന്ധ്ര കോസ്റ്റ്, ഇത് ഉത്കൽ കോസ്റ്റ്. ഇത്തരം കാര്യങ്ങൾ അതിനകത്തും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഒന്നുകൂടെ പറയാം. ഈസ്റ്റേൺ ഘാട്സിനും ബേ ഓഫ് ബംഗാളിനും ഇടയിലാണ് നമ്മളത് പറഞ്ഞു. അടുത്തത് മഹാനദി കൃഷ്ണ റിവേഴ്സ്, അതായത് കോസ്റ്റൽ പ്ലെയിൻ ബിറ്റ്വീൻ മഹാനദി ആൻഡ് കൃഷ്ണ റിവർ ഈസ് നോൺ as നോർത്തേൺ സിർക്കാഴ്സ് ആൻഡ് ദ സദേൺ പാർട്ട് ലൈസ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് കാവേരി റിവർ ഈസ് കാൾഡ് കോറമൻഡൽ കോസ്റ്റ്. ഈ റിവേഴ്സിൻ്റെ ബേസിൽ നമ്മളിത് പറഞ്ഞില്ലായിരുന്നു. അതായത് ഈ കോസ്റ്റൽ പ്ലെയിൻ മഹാനദിക്കും, ഈ മഹാനദി കൃഷ്ണ കാവേരി എന്നൊക്കെ പറയുന്നത് പെനിൻസുലാർ റിവേഴ്സാണ്. എങ്ങോട്ട്? ബേ ഓഫ് ബംഗാളിലോട്ട് പോകുന്നത്. മഹാനദിക്കും കൃഷ്ണ റിവറിനും ഇടയിലുള്ള പ്ലെയിനിനെയാണ് നമ്മൾ നോർത്തേൺ സർക്കസ് എന്ന് പറയുന്നത്, സിർക്കാഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ സദേൺ പാർട്ട്, ഇതിൻ്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത് കൃഷ്ണയ്ക്കും ഗോദാവരിക്കും ഇടയിലാണ്. അപ്പം മഹാനദി, കൃഷ്ണ, ഗോദാവരി. അതിൽ കാവേരി, മഹാനദി, കൃഷ്ണ, കാവേരി. മഹാനദിക്കും കൃഷ്ണയ്ക്കും ഇടയിലാണെങ്കിൽ എന്താണത്? സിർക്കാഴ്സ്. അതുപോലെ തന്നെ കൃഷ്ണയ്ക്കും കാവേരിക്കും ഇടയിൽ എന്തുണ്ട്? കോറമൻഡൽ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് ആയിരുന്നു കേട്ടോ. അത് ഓർത്ത് വയ്ക്കണം. പിന്നെ നമുക്ക് ചെന്നൈയിൽ മറീന ബീച്ച് എന്നതിൻ്റെ പാർട്ടാണ്. ഈ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ പാർട്ടാണ്. ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ചാണ് കേട്ടോ മറീന ബീച്ച്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. പിന്നെ ചിൽക്ക ലാർജസ്റ്റ് ലേക്കാണ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ലേക്കാണ്. നമ്മൾ എന്തായാലും ഒരു ലേക്കിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അത് മെൻഷൻ ചെയ്യണം. ചിൽക്ക ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ആണ്. ഇതെന്താണ്? മഹാനദി ഡെൽറ്റയ്ക്ക് സൗത്ത് വെസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നതാണ് കേട്ടോ. ഇവരെല്ലാം, അതായത് നമ്മുടെ ഈ മഹാനദി, കൃഷ്ണ, കാവേരി ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്? നമുക്ക് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലുകളും ഉണ്ട് കേട്ടോ. ഇതെല്ലാം പെനിൻസുലാർ റിവറാണ്. എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്? ഈസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന പെനിൻസുലാർ റിവറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പെനിൻസുലാർ റിവർ കിഴക്കോട്ട് പോകുന്നതും, അതുപോലെ തന്നെ നർമ്മദ താപ്തി എങ്ങോട്ടാണ് പോകുന്നത്? ആ പടിഞ്ഞാറോട്ടാണ്, വെസ്റ്റിലോട്ടാണ് പോകുന്നതെന്നും അത് എന്താണ് അതിൻ്റെ റീസൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലേക്ക് ചിൽക്ക എന്താണെന്ന് ആലോചിക്കുക. ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ആണ് ചിൽക്ക എന്ന് പറയുന്നത്. അത് എവിടെയാണ്? ഒഡീഷയിലാണ്. അത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് മെൻഷൻ ചെയ്യാത്ത നമ്മുടെ ഡിവിഷനൊക്കെ നമ്മൾ ആ
ആ ഒരു ഫിഗറിനകത്ത് നോക്കിയാണ് പഠിച്ചത്. സോ ഫിഗർ മനസ്സിൽ വെച്ച് വരച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തു. ഇനി ചിൽക്ക ലേക്ക് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്കാണ് കേട്ടോ. ഇന്ത്യയിലെ ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ആണ്. അതെവിടെയാണെന്ന് നോക്കി നമുക്ക് ഒറീസ അല്ലെങ്കിൽ ഒഡീഷയിലാണ്. അടുത്തത് കൊല്ലേരു ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റസ് ഗോദാവരി ആൻഡ് കൃഷ്ണ ഡെൽറ്റയുടെ ഇടയിൽ കാണപ്പെടുന്നതാണ് കൊല്ലേരു ലോക്ക്. ഈ ഡെൽറ്റകളുടെ ഇടയിൽ കൊല്ലേരു ലോക്ക് വിച്ച് ലൈസ് ബിറ്റ്വീൻ ദ ഡെൽറ്റാസ് ഓഫ് ഗോദാവരി ആൻഡ് കൃഷ്ണ ഫോം ചെയ്യുന്ന ഡെൽറ്റയുടെയും അതുപോലെ ഗോദാവരി ഡെൽറ്റയുടെയും ഇടയിൽ കാണപ്പെടുന്നവരാണ് കൊല്ലേരു ലേക്ക്. കൊല്ലേരു ലേക്ക് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊല്ലേരു ലേക്കിനും പുലിക്കെട്ട് ലേക്കിനും ഇടയിലുള്ള റീജിയനെ ആന്ധ്ര കോസ്റ്റ് എന്നാണ് പറയുന്നത്. പുലിക്കെട്ട് ലേക്ക് എന്ന് പറയുന്നത് ആന്ധ്രയ്ക്കും തമിഴ്നാടിനും ഇടയിലാണെങ്കിലും എവിടെയാണ് പുലിക്കെട്ട് ലേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് തന്നെയാട്ടോ. കാരണം മെജോറിറ്റിയും പുലിക്കെട്ട് ലേക്കിൻ്റെ പാർട്ടും ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്, കുറച്ച് ഭാഗം തമിഴ്നാട്ടിലും ഉണ്ട്. ഇതെന്താണ്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് എന്താണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൂടെ ജസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കണം. ഇതിനകത്ത് ഓർത്ത് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഐലൻഡുകളിലോട്ട് പോകാം. ഐലൻഡുകൾ ദ്വീപ് എന്ന് പറയും അല്ലെ. ഐലൻഡ്സ് എന്ന് പറയുന്നത് ദ്വീപാണ്. ഈ ഐലൻഡുകൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് മെയിനായിട്ട് 2 ഐലൻഡ്സുകളാണ് ഉള്ളത്. അത് യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണ്, ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ലക്ഷദ്വീപ് ഐലൻഡും അതേപോലെ എന്താണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡും. ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളുമാണ് ഇന്ത്യൻ ഐലൻഡിലെ മേജർ ആയിട്ടുള്ളത്. ഓക്കെ, മേജർ ഐലൻഡുകൾ. ഇതിൽ ലക്ഷദ്വീപ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറേ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? 36 ഐലൻഡുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ആൻഡമാൻ നിക്കോബാർ വലിപ്പത്തിൽ കുറച്ചും കൂടി വലുതാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിൽ ഏകദേശം 570+ ഐലൻഡ്സുകളുണ്ട്. പക്ഷേ അതിനകത്ത് ജനവാസ യോഗ്യമായിട്ടുള്ള 10 ഐലൻഡുകളൊക്കെ. ഈ ലക്ഷദ്വീപിനകത്ത് 36 ഐലൻഡുകളുണ്ടെങ്കിലും അതിൽ 10 ഐലൻഡ്സിലൊക്കെ എന്തുള്ളൂ, ആൾക്കാരുള്ളൂ. ഇത് ഏകദേശം ഒരു 30+ ഐലൻഡുകളിൽ മാത്രമേ ആൻഡമാൻ നിക്കോബാറിൽ എന്തുള്ളൂ, ജനവാസമുള്ളൂ. ഇവിടെ ലക്ഷദ്വീപിൽ ഒരു 10 ഐലൻഡിൽ മാത്രമേ എന്തുള്ളൂ, ജനവാസമുള്ളൂ, താമസമുള്ളൂ. ഓക്കെ അല്ലേ? ആൻഡമാൻ നിക്കോബാർ ആയിരുന്നു നേരത്തെ യൂണിയൻ ടെറിട്ടറിയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ പണ്ട് നമ്മൾ ആൻഡമാൻ നിക്കോബാർ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ആ ഡാമിനും ഡ്യൂവും ഒരുമിച്ചപ്പം അവരെന്താണ്, അതായി വലിയ യൂണിയൻ ടെറിട്ടറി. അപ്പം ഇനി ആൻഡമാൻ നിക്കോബാറിന് ആ ഒരു ആ ഒരു പേരില്ല. അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് കേട്ടോ. ഇനിയും ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പിനകത്ത് 572 മെൻഷൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 570+. കാര്യം കുറേ ഐലൻഡുകളിലും എന്തുണ്ട്, കുറേ ഐലൻഡുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 570+, 572 കൃത്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഓപ്ഷനിൽ 572 ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തു കേട്ടോ. ഇത് ബേ ഓഫ് ബംഗാളിലാണ്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ബേ ഓഫ് ബംഗാളാണ് നമുക്കറിയാം. ലക്ഷദ്വീപ് എവിടെയാണ്? അറേബ്യൻ സീയിലാണ് കേട്ടോ. ഏകദേശം ഇവിടെ ലക്ഷദ്വീപ് കൺസിസ്റ്റ് ഓഫ് 27 ഐലൻഡ് എന്നുള്ളതല്ല, 36 ആട്ടോ. കറക്റ്റ് 36 ആണ്. ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ അറേബ്യൻ സീ. ഇതിൽ 10 എണ്ണത്തിൽ മാത്രമേ എന്തുള്ളൂ, ഈ 10 എണ്ണത്തിലാണ് താമസമുള്ളത്, 10 എണ്ണത്തിലാണ്. ആ ഒരു കാര്യങ്ങളും ആലോചിച്ച് വയ്ക്കാം. ഇനി ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ കേസ് നമ്പർ ഓഫ് നാഷണൽ പാർക്ക് ഏറ്റവും കൂടുതലുള്ളത് ആൻഡമാൻ നിക്കോബാറിലാണ് കേട്ടോ. അതായത് യൂണിയൻ ടെറിട്ടറി എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള ബാരൻ അഗ്നിപർവ്വതം എവിടെയാണുള്ളത്? ആൻഡമാനിലാണ്. ഇന്ത്യയിൽ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം ആക്റ്റീവ് വോൾക്കാനോ ആണ് ഈ ബാരൻ അഗ്നിപർവ്വതം അല്ലെങ്കിൽ വോൾക്കാനോ എന്ന് പറയുന്നത്. അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആൻഡമാനിലാണ്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്താണ്, ആൻഡമാൻ നോർത്ത്, അതുപോലെ തന്നെ നിക്കോബാർ സൗത്ത്. ഈ ആൻഡമാൻ നിക്കോബാറിൽ ആൻഡമാൻ മുകളിലും നിക്കോബാർ താഴെയുമാണ്. ഓക്കെ അല്ലേ? ഈ ആൻഡമാനെ തന്നെ നമുക്ക് നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, അതുപോലെ സൗത്ത് ആൻഡമാൻ എന്ന് 3 എണ്ണം ഉണ്ട്. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ. ഇതിന് താഴെ ഒരു ലിറ്റിൽ ആൻഡമാനും ഉണ്ട്. ആൻഡമാനുണ്ട്. ഇതിന് താഴെയാണ് എന്താണ്, നിക്കോബാർ ഐലൻഡ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സൗത്ത് ആൻഡമാനും ലിറ്റിൽ ആൻഡമാനും കുറച്ച് താഴെയാണ്. ഇവിടെ ഡങ്കൺ എന്ന് പറയുന്ന ഒരു പാസേജ് ആണുള്ളത്. ഡങ്കൺ. അപ്പോൾ സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ഡങ്കൺ പാസേജ് എന്ന് പറയും. ഇനിയും ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ഐലൻഡിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലാണ്
10° ചാനൽ. അപ്പോൾ 10° ചാനൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ഐലൻഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് 10° ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ 10° ചാനൽ എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പുകളെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യം പറഞ്ഞാൽ ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ഗ്രൂപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനിയും സദേൺ മോസ്റ്റ് ടിപ്പ്, അതായത് നമ്മൾ ഇന്ത്യൻ കൺട്രിയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ദിര പോയിന്റ് ആണ്. ഇന്ദിര കോൾ എന്താണ്? വടക്കേ അറ്റത്തുള്ളതാണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആണ്. ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് നിക്കോബാർ ഐലൻഡിലാണ്. ഇന്ദിര കോൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇന്ത്യയുടെ ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള ബാരൻ ഐലൻഡ് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡിലാണ് ബാരൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ബാരൻ വോൾക്കാനോ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ് കാണപ്പെടുന്നത്. 10° ചാനൽ ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ആലോചിക്കുക. പോർട്ട് ബ്ലെയർ ആണ് എന്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആയിരുന്നു നേരത്തെ. അതായത് പണ്ട് പോർട്ട് ബ്ലെയർ അല്ലായിരുന്നു കേട്ടോ. പണ്ട് ശരിക്കും എന്താണ്? റോസ് ഐലൻഡ് ആയിരുന്നു നമ്മുടെ ഈ ആൻഡമാൻ നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ റോസ് ഐലൻഡിന് ഇപ്പോൾ ഇവർ പേര് മാറ്റിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ് പേര് മാറ്റിയിട്ടുണ്ട്. റോസ് ഐലൻഡ് ഇപ്പോഴത്തെ പേരെന്താണ്? സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്ന് റീനെയിം ചെയ്തിട്ടുള്ള ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റോസ് ഐലൻഡ് ആണ്. അതെവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. അത് ആയിരുന്നു നേരത്തെ ആൻഡമാൻ നിക്കോബാറിൻ്റെ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐലൻഡാണ്. ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോൾക്കാനിക് ഐലൻഡിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ആക്റ്റീവ് വോൾക്കാനോസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വോൾക്കാനിക് ഐലൻഡിന് എക്സാമ്പിളാണ്. പക്ഷേ ലക്ഷദ്വീപ് അങ്ങനെയല്ല. ലക്ഷദ്വീപിൻ്റെ കേസ് നമുക്ക് പറയുകയാണെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് എന്താണ്? 36 ഐലൻഡിൽ 10 മാത്രമേ എന്തുള്ളൂ? ജനവാസമുള്ളൂ. ഗ്രൂപ്പ് ഓഫ് കോറൽ ഐലൻഡ്സുകളാണ്. പവിഴപ്പുറ്റുകളാൽ സമ്പന്നമായ ഐലൻഡുകളാണ് കേട്ടോ. ലൊക്കേറ്റഡ് ദി വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. അതായത് പടിഞ്ഞാറ് ഭാഗത്താണ്. ഏകദേശം ഒരു 32 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഈ ലക്ഷദ്വീപിൽ എന്ന് പറയുന്നത്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത് മാൽദീവ്സുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് 8° ചാനലാണ്. മാൽദീവ്സിന് ലക്ഷദ്വീപിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? 8° ചാനലാണ്. 8° ചാനൽ എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു? ലക്ഷദ്വീപിനെ മാൽദീവ്സുമായിട്ട്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പറയാം. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളുണ്ട്. ഇതിനകത്ത് കുറച്ച് മാറിയ ഒരു ഐലൻഡാണ് ലക്ഷദ്വീപ് ഐലൻഡാണ് മിനിക്കോയ്. ഈ മിനിക്കോയ്ക്ക് താഴെയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മാൽദീവ്സ് എന്ന് പറയുന്നത്. ഈ മിനിക്കോയും മാൽദീവ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് 8° ചാനൽ. 8° ചാനൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ ലാറ്റിറ്റ്യൂഡ് കറക്റ്റ് 8° ഇതിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. 9° എന്ന് പറഞ്ഞാൽ 9° അതിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. 10° 10°ആണ് പോകുന്നത് കേട്ടോ. ഇനിയും ഈ ലക്ഷദ്വീപിലെ ഐലൻഡുകളും ഈ മിനിക്കോയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് 9° ചാനൽ. 9° ചാനൽ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 8° എന്ന് പറയുന്നത് മിനിക്കോയും മാൽദീവ്സും ആണ് കേട്ടോ. അല്ലെങ്കിൽ ലക്ഷദ്വീപ് മാൽദീവ്സ് എന്നാണ് ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവും. മിനിക്കോയ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ലക്ഷദ്വീപ് ഐലൻഡ്. ലക്ഷദ്വീപ് ഐലൻഡിൻ്റെ പാർട്ടാണ് മിനിക്കോയ്. ഈ മിനിക്കോയ്ക്കും മാൽദീവ്സിനും ഇടയിലാണ് 8° ചാനൽ ഉള്ളത്. ലക്ഷദ്വീപിനും മിനിക്കോയ്ക്കും ഇടയിലാണ് 9° ചാനൽ ഉള്ളത്. ഇനി അതേപോലെ തന്നെ ഒരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ഉണ്ട്. പിറ്റ് ഐലൻഡ് എന്ന് പറയും. ഇവിടെയാണ് എന്താണ്? ബേർഡ് സാഞ്ചുറി ഉള്ളത്. പിറ്റ് ഐലൻഡിലാണ് എന്താണ്? ബേർഡ് സാഞ്ചുറീസ്. ലക്ഷദ്വീപിൽ ബേർഡ് സാഞ്ചുറി ഉള്ളത് എവിടെയാണ്? പിറ്റ് ഐലൻഡിലാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു കോറൽ ഐലൻഡിന് എക്സാമ്പിളാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. കോറൽ ഐലൻഡിൻ്റെ എക്സാമ്പിൾ ആണ് എന്താണ്? ലക്ഷദ്വീപ്. ബേർഡ് സാഞ്ചുറി കാണുന്നു. ലക്ഷദ്വീപിനെ സംബന്ധിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ലക്ഷദ്വീപ് ഐലൻഡ് ഇത്രയാണ് നമ്മൾ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഐലൻഡുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്.
ഓക്കെ. അപ്പോൾ ഇന്നത്തെ കേസിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ജോഗ്രഫിക്കൽ റീജിയനെ പറ്റിയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ പോയിൻറ്റ്സുകളെല്ലാം ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം, ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാലും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലിമിറ്റഡ് ടൈം കൊണ്ട് നമുക്ക് പറ്റാവുന്ന മാക്സിമം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. എക്സാം വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോയും കൂടി കണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ വായിച്ചും NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യും. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് ആഡ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഒരു പുതിയ ക്ലാസ്സിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ബാക്കിയുള്ള കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.